കോക്രോച്ച് ജനതാ പാർട്ടി. എത്ര പേർക്ക് ഈ ഒരു പാർട്ടിനെ കുറിച്ച് അറിയുമെന്ന് എനിക്കറിയില്ല. ബട്ട് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ഭൂരിഭാഗം പേർക്കും ഇതിനെക്കുറിച്ച് ഇപ്പോൾ ഒരു ചെറിയൊരു നോളേജ് എങ്കിലും ഉണ്ടാവും. വളരെ പെട്ടെന്ന് തന്നെ ഇന്ത്യയിൽ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന വളരെയധികം ട്രെൻഡിങ് ആയ പാർട്ടിയാണ് കോക്രോച്ച് ജനതാ പാർട്ടി. മെയ് 15 സുപ്രീം കോർട്ടിൽ നടന്ന ഒരു ഹിയറിങ്ങിൽ നമ്മുടെ ഹോണറബിൾ ചീഫ് ജസ്റ്റിസ് നമ്മുടെ യങ്സ്റ്റേഴ്സിനെ അല്ലെങ്കിൽ അൺഎംപ്ലോയിഡ് യൂത്തിനെ കോക്രോച്ച് എന്ന പേരിട്ട് വിളിച്ചു. അതിനെതിരെ അഭിജിത്ത് ദീപ്കെ എന്ന പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത ഒരു പാർട്ടിയാണ് ഈ കോക്രോച്ച് ജനതാ പാർട്ടി. വളരെ പെട്ടെന്ന് തന്നെ ഇന്ത്യയിൽ ട്രെൻഡിങ് ആയ ഈ പാർട്ടിക്ക് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ 11 മില്യൺ ഫോളോവേഴ്സ് ആയിരിക്കുന്നു. ആലോചിച്ച് നോക്കൂ, വിത്തിൻ ഫ്യൂ ഡേയ്സ്, ഓൾമോസ്റ്റ് 5 to 6 ഡേയ്സിലാണ് ഈ ഒരു 11 മില്യൺ ഫോളോവേഴ്സ്. ഇത്രയും വർഷമായ പല വമ്പൻ പാർട്ടികൾക്കും ഇത്രത്തോളം ഫോളോവേഴ്സ് ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. നമുക്കെല്ലാവർക്കും അറിയാം, TVK എന്ന വിജയുടെ പാർട്ടി മെയിനായിട്ട് യൂസ് ചെയ്ത ഒരു സ്ട്രാറ്റജിയാണ് സോഷ്യൽ മീഡിയ പ്രൊമോഷൻ എന്നുള്ളത്. അതായത് തമിഴ്നാട്ടിലെ വമ്പൻ പാർട്ടികളായ 75 വർഷം എക്സ്പീരിയൻസ് ഉള്ള 2 പാർട്ടികളെ അട്ടിമറിച്ചാണ് ഇവർ ജയിച്ചു കയറിയത്. അവർ ജയിക്കാനുള്ള മെയിൻ കാരണം യങ്സ്റ്റേഴ്സിൻ്റെ വോട്ടാണ്. സോ അതിനുള്ള ഒരു പെർഫെക്റ്റ് എക്സാമ്പിളാണ് ഇപ്പോൾ ഈ കോക്രോച്ച് ജനതാ പാർട്ടിയും. അതായത് യങ്സ്റ്റേഴ്സിന് എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ കേരളമല്ല, തമിഴ്നാടല്ല, ഓൾ ഓവർ ഇന്ത്യയിലുള്ള യങ്സ്റ്റേഴ്സ് ഒരുമിച്ച് നിൽക്കും എന്നതിനുള്ളൊരു പെർഫെക്റ്റ് എക്സാമ്പിളാണിത്. എത്ര കൊമ്പൻ പാർട്ടിയാണെങ്കിലും വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് കുറച്ച് വർഷങ്ങൾ കൊണ്ട് തൂക്കി താഴെയിടാൻ സാധിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഈ സോഷ്യൽ മീഡിയ. സോ ഇഫ് യു ആർ എ സപ്പോർട്ടർ ഓഫ് കോക്രോച്ച് ജനതാ പാർട്ടി, ഡു കമൻറ്റ് ബിലോ.